വിശ്വസിക്കുക തമ്പുരാനെ, ഒന്നും സംഭവിക്കില്ല. ഞാൻ എന്നെ തന്നെ ഒഴിച്ചു കൊടുക്കില്ലെന്ന് വിശ്വസിക്കുക. തമ്പുരാനെ ഇരുട്ടിൽ എവിടെയെങ്കിലും വിളിക്കുക. അങ്ങനെ ഓടിയത് എത്രയ്ക്ക് കണ്ടില്ല. എങ്ങനെ വിശ്വസിക്കാം? അതെന്തിനാണോ ഞാൻ ഇങ്ങോട്ട് വരാം? മുന്നിൽ നടക്കാം, ഞാൻ പിന്നാലെ വന്നോളാം. അത് മാധവിയുടെ മിടുക്ക്. തക്ക സമയത്ത് ഒരു താലം അവള് തട്ടി താഴെയിട്ടു. ഈ കണക്കിന് തീക്കളിയാ. ഉഴക്കലിൽ വെച്ച് കണ്ടപ്പോ ഒരു മോഹം തോന്നി. നീ ചലിച്ചപ്പോ കൂടെ പോവുകയും ചെയ്തു. അതിപ്പോ ഒരു സാഹസമായി നമുക്ക് തോന്നുക. ഈ സാഹസികത തന്നെയല്ലേ തമ്പുരാനെ ഈ രഹസ്യബന്ധങ്ങളിലൊക്കെ ഒരു ഹരം. എനിക്ക് മുൻപരിചയമായിട്ട് മുൻപ് ബന്ധം ഉണ്ടായിട്ടുള്ളൂ. അധികവും ചെമ്മന്തട്ട ദേശക്കാർ തന്നെ. ആദ്യമായിട്ടാണ് അപരിചിതനായ ഒരു ദേശക്കാരൻ. സത്യത്തിൽ തമ്പുരാന്റെ നാട് ശരിക്കും ഏതാന്നാ പറഞ്ഞത്? ഓ, അപ്പൊ പൊന്നു തമ്പുരാന്റെ നാട്ടുകാരനാണ്. അപ്പൊ കേവലപ്പെട്ട ഒരു പാരിതോഷികം എനിക്ക് പ്രതീക്ഷിക്കാലോ. ഒന്നിനുമല്ല, പിരിഞ്ഞു പോയാലും പിന്നെയും പിന്നെ ഓർക്കാൻ എന്തെങ്കിലും ഒരു രാത്രിയുടെ ഓർമ്മയ്ക്ക് ഒരടയാളം തരില്ലേ? അത് ഇത് വെച്ചോളൂ. എന്നിട്ട് നമ്മെ ഇവിടുന്ന് ഒറ്റപ്പെടുത്തുക. എന്താ താനൊന്ന് പറയാത്തെ? എന്നോട് കള്ളം പറഞ്ഞൂലേ? എന്ത് കള്ളം? താൻ എന്തേ പറയണേ? പുഴക്കരയിൽ കെട്ടിയ കുതിരയെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇത് വെറും ഒരു തമ്പുരാനല്ലെന്ന്. കിടപ്പറയിൽ അറിഞ്ഞത് ബ്രാഹ്മണരുടെ കിടപ്പല്ല, ക്ഷാത്രവീരത്തിന്റെ കുരിപ്പായിരുന്നു. പിന്നെ കൈവിരലുകൾ കണ്ട വാൾത്തഴമ്പ്, ഇപ്പോഴത്തെ രാജമുദ്രയുടെ മോതിരം. സത്യം പറയൂ, തൃപ്പൂണിത്തുറ കൊട്ടാരത്തിനടുത്ത് മാളഭൂപന്റെ ദേവപറ്റി ജീവിക്കുന്ന വെറും ഒരു നമ്പൂരാനല്ല അന്ന്. ഒന്നുകിൽ രാജസൈന്യാധിപൻ, അതുമല്ലെങ്കിൽ രാജകുടുംബത്തിലെ ഒരു അംഗം. അതോ രാജാവ് തന്നെയാണോ അന്ന്? ഞാൻ പറയാതെ നാം ഏത് വഴിക്ക് രക്ഷപ്പെടുന്നതെന്ന് പറ. ഒച്ച വയ്ക്കാൻ നിൽക്കുന്ന ഒളിച്ചിരിക്കുന്ന തമ്പുരാനെ, ഇത് താത്തയുടെ ഒരു കളിയാ. അതിന്റെ രസം തമ്പുരാന് പോലും മനസ്സിലാവില്ല. ഒരു പിന്നായം പോലെ മാധവി, നീ എനിക്ക് പറ്റിയ തുണക്കാരി തന്നെ. ഓരൊക്കെ വിദ്യാസുരന്മാര്, പണ്ഡിതൻ, സാത്വികൻ, ബ്രഹ്മചാരി, നമ്പ്യാത്തൻ, മൂസാപൂരി ഓട്ടം കടിക്കും. അതെ, നിന്റെ ഈ കളി കൊണ്ട് രസിക്കുമ്പോഴും ഉള്ളിൽ കിടന്ന് പഠിക്കുക. എന്താ അതിന്റെ അർത്ഥം? അങ്ങ് വേഷപ്രച്ഛന്നനായി വന്നതിനും അടിയനെ വേഷം കെട്ടിയതിനും ഒക്കെ പിന്നിലുള്ള അർത്ഥം നമുക്കിപ്പോ പരസ്പരം ചോദിക്കുകയും പറയുകയും വേണ്ട. അങ്ങേ അടിയൻ എന്തായാലും സുരക്ഷിതനായി പറഞ്ഞു വിടും. അതിനു മുൻപേ ആ വിഡ്ഢികൾ കുറെ ഓടട്ടെ, ഇരുട്ടിൽ ഓടി ഓടി തളരട്ടെ. ഒച്ചകൾ കേട്ട് നടുങ്ങി സ്വന്തം നിഴൽ കണ്ട് പേടിച്ച് ഇല്ലാത്തൊരു കള്ളന് വേണ്ടി പേരും കടന്നാൽ ഓടട്ടെ. ഇനി ഞാൻ അവരെ പുറത്തിറക്കുന്ന എങ്ങനെയെന്ന് തമ്പുരാൻ കണ്ടോളൂ. പുറത്തേക്കുള്ള ആ ജനാലയിലൂടെ ഞാനൊരു മൊന്ത എടുത്ത് ഓട്ടൻ പുറത്തേക്ക്. പുറപ്പുറത്ത് കൂടുവെച്ച അമ്പലപ്രാവുകൾ അപ്പൊ പല വഴിക്കും പറക്കും. ആ ഒച്ചകളെ പിടിക്കാൻ ആ വീട്ടുകൾ പല വഴിക്കും ഓടും. അപ്പൊ തമ്പുരാന് സുരക്ഷിതരായി പുറത്തു പോകാം. ദാ കണ്ടോളൂ. നിന്റെ ഒരു മനക്കെട്ട് അസാധ്യം തന്നെ. നമുക്ക് തന്നെ പിടികിട്ടുന്നില്ല. സത്യത്തിൽ നീ ആരാ? തിരിച്ചറിവില്ലാത്തവർ ഇങ്ങനെ കുറെ ഓടും. ജീവിതകാലം മുഴുവൻ ഓടിയാലും കള്ളന്റെ കാലടി ശബ്ദവും അമ്പലപ്രാവിന് ചിറകടി വച്ചയും ഈ ശുംഭന്മാരൊന്നും തിരിച്ചറിയാൻ പോണില്ല. ഓടട്ടെ, ഇനിയും ഇനിയും ഓടട്ടെ. കള്ളൻ ഓടി തകർത്ത് പുറത്ത് ചാടി. അവരൊക്കെ കള്ളനെ പിടിക്കാൻ പുറത്ത്. തൃപ്പൂണിത്തുറ എത്തേണ്ടതല്ലേ? ഈ തഞ്ചത്തിന് പൊക്കോട്ടെ.
കള്ളം വന്നു. ഓട് തകർത്തല്ല, ഒരു രാമന്റെ ഹൃദയം തകർത്തു പോയി. അതിനപ്പുറം ആരും ഒന്നും അറിയണ്ട. പ്രജകൾക്ക് മുമ്പ് നാട് വാഴുന്ന പൊന്നു തമ്മിൽ എന്നെ കളം കണ്ടാവരുത്. നാട്ടുകാർക്ക് മുമ്പ് എന്റെ താത്തയ്ക്ക്. അതുകൊണ്ട് അദ്ദേഹത്തോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. വിളിച്ചു വരുത്തിയത് നീയാ, ഞാനായിട്ട് ഇറക്കി വിടണോ? എങ്കിലും ഇറക്കി വാടോ. നിന്റെ വേലയുടെ ഒരു രാത്രിയിലെ പുരുഷനെ ഞാനും ഒന്ന് കാണട്ടെ. യഥോ രാജ തഥോ പ്രജ. ഇതൊക്കെ കോവണി ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം. രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ട പാതകൻ ഇരുട്ടിൽ തന്നെ വീഴാതിരിക്കട്ടെ. ഈ നെഞ്ചു വന്നുപോയ നമ്പൂരുടെ ശാപവും ഈ തിരശിരസിൽ വീഴാതിരിക്കട്ടെ. ഇനിയും എന്റെ ജന്മത്തെ പരിഹസിക്കാതെ ഇറങ്ങിപ്പോടോ. രാത്രിയുടെ രസം നഷ്ടമായില്ല എന്റെ താത്രയ്ക്ക്. സാരില്ല, ഒരു ജന്മം തന്നെ നഷ്ടമായിട്ടും ഞാൻ പരാതിപ്പെടുന്നില്ലല്ലോ. എന്റെ വിവരക്കുറവുണ്ടാവാൻ എനിക്ക് അങ്ങനെ തോന്നാത്ത. എന്താ ഈ നിമിഷം എനിക്ക് തന്നെ കൊല്ലാൻ കഴിയുന്നില്ല. ഒന്ന് തല്ലാനോ ശകാരിക്കാനോ കഴിയുന്നില്ല. അതാണത്തമില്ലായ്മയാണെന്നൊരു ഉത്തരം തകറ്റി വരുന്നുണ്ടാവും. അല്ല, അതായിരിക്കില്ല. ഇന്നലെ വരെ ലോകർക്ക് മുഴുവൻ പകുത്തു നൽകിയ സ്വന്തം ജീവിതം വിവാഹം കൊണ്ടൊരു പെണ്ണിന്റെ മോഹങ്ങൾക്കും ദുർമോഹങ്ങൾക്കും അവിസ്തായർപ്പിക്കുന്ന പടുവിട്ടിയ ഭർത്താവ് നശിക്കുമ്പോ കൂടെ അവളുടെ പുരുഷനും നശിക്കും. എനിക്കാവില്ല നിന്നെ പഴിക്കാനും ഇനി കുറ്റപ്പെടുത്താനും. കരുതിക്കൂട്ടി തെറ്റ് ചെയ്തിട്ട് പിന്നെ മാപ്പ് ചോദിക്കുന്ന അർത്ഥമില്ല. പൊറുക്കണമെന്ന് പറയുകയില്ല. പക്ഷെ കുറ്റം തെളിഞ്ഞ സ്ഥിതിക്ക് ശിക്ഷിക്കാൻ അവരുടെ ശരിയാണ്. സ്വയം ശിക്ഷിക്കാൻ മനസ്സില്ലെങ്കിൽ ഈ നാട്ടിൽ കോടതിയും സമുദായ ശിക്ഷാ വിധികളും സ്മാർട്ടും ഒക്കെ ഇല്ലേ? എന്റെ കളങ്കം അവരെ ബോധ്യപ്പെടുത്തു. എന്നെ വിചാരണ ചെയ്തു ശിക്ഷിക്കട്ടെ. എന്നിലെ കളങ്കം എന്ന് പറയുന്നത് ഒരുപാട് പുരുഷന്മാരുടെ കാപട്യമാണ്. എന്നോടൊപ്പം അത് വിചാരണ ചെയ്യട്ടെ. മഹത്തുക്കളെന്ന് കരുതുന്ന പലരുടെയും കപട സദാചാരത്തിന്റെ മുഖംമൂടികളോട് അഴിഞ്ഞു വീഴും. ബ്രാഹ്മണത്തിന് തലപ്പാവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കഴുത ചവികളെന്ന് വിളിച്ചു പറയാൻ ഇനി എനിക്ക് വേണ്ടത്